കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ കേരള സർവകലാശാല വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം തേടുമെന്നറിയുന്നു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സമുണ്ടാക്കിയെന്ന് രാജ്ഭവൻ. ഷെഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോൾ കത്ത് പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു കത്ത് ഗവർണർക്ക് അയക്കുന്നു, ഗവർണർ രാജ്ഭവൻ ഒരു കത്ത് തിരിച്ച് സർക്കാരിന് അയക്കുന്നു. അങ്ങനെ കത്തിലൂടെ നിലപാടുകൾ പരസ്പരം അറിയിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ ഈ സെനറ്റ് ഹാളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാല VC-യോട് വിശദീകരണം തേടാൻ രാജ്ഭവൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചത് എന്തിന് എന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയാകും രാജ്ഭവൻ കത്ത് നൽകുക. കത്ത് ഇന്ന് തന്നെ നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സെനറ്റ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ സംഘാടകർ നിയമം ലംഘിച്ചു, കരാർ ലംഘിച്ചു എന്നുള്ളതായിരുന്നു കേരള സർവകലാശാലയുടെ കണ്ടെത്തൽ. മാത്രവുമല്ല, അക്കാര്യത്തിൽ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സർവകലാശാല തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ ശ്രീപത്മനാഭ സേവാ സമിതിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ DGPക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. സംഘാടകർക്കെതിരെ പരാതിയായി കേസെടുക്കണമെന്നുള്ളതായിരുന്നു രജിസ്ട്രാറുടെ ആവശ്യം. മതപരമായ ചടങ്ങുകളുമായി മുന്നോട്ട് പോയതിനാൽ പരിപാടി നടത്താൻ അനുമതി റദ്ദാക്കി. എന്നാൽ ഹാൾ ഉപയോഗിച്ചത് അനധികൃതമായിട്ടാണ്. സർവകലാശാലയുടെ മതനിരപേക്ഷ നിലപാടാണ് സംഘാടകർ ലംഘിച്ചത് എന്നുള്ള കാര്യം കൂടി രജിസ്ട്രാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ കൂടി ഒരു മറുവെട്ടെന്ന നിലയിലാണ് ഇപ്പോൾ രാജ്ഭവൻ രജിസ്ട്രാറോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ യുദ്ധവും സമാനമായി തുടരുകയാണ്. പ്രത്യേകിച്ച് സർക്കാരിനെ സംബന്ധിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ ഈ നിലപാടിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസെടുത്തേക്കും. പക്ഷേ അതിന്റെ നിയമസാധ്യതകൾ പരിശോധിച്ച ശേഷമായിരിക്കും പോലീസ് നീങ്ങുക. രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ സർക്കാരും ഗവർണറും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു.